ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ദി പോസിറ്റീവ് കാർഡുകൾ നോക്കാം. ഓക്കെ, ദി ഹാങ്ഡ് മാൻ, 6 ഓഫ് സോർഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു മൂമെൻറ്റിലാണ്. ആ മൂമെൻറ്റ് പോകുന്നത്, അതായത് നിങ്ങളുടെ പാസ്റ്റിലുള്ള എല്ലാ ബാഗേജസും നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. മുമ്പ് നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ അവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് ഒരു ഇമോഷണലി ആൻഡ് മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. ചിലർക്ക് ഇപ്പോൾ സ്പിരിച്വലി പോകുന്നവരാണെങ്കിൽ അവരുടെ ഇൻഡ്യൂഷൻസ് കൂടുന്നു. അവർ ആ ഒരു സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ആ ഒരു പാതയിലേക്കാണ് അവർ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹീലിംഗ് സംഭവിക്കുന്നു നിങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനിവിടെ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിനെ അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു രീതിയിൽ ചിന്തിക്കുക. ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു ആംഗിളിൽ സിറ്റുവേഷൻസിനെ കാണാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പലരും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മുമ്പ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളിലേക്ക് വീണ്ടും പോകുമോ എന്നുള്ള ഭയം കൊണ്ടോ അങ്ങനെ നിങ്ങൾ പലരും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെയും നർച്ചർ ചെയ്യാനും അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് ഉള്ള വ്യക്തികളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കൺട്രോളിങ് കാരണം നിങ്ങളിലേക്ക് എത്താനുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാതെ പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കാതിരിക്കുക. ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഓക്കെ, എന്താണ് എൻ്റെ ഇമോഷൻസ്, എന്താണ് ആ ഒരു ഇമോഷനിൽ നിങ്ങൾ ഫീൽ ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ ഒരു ഇമോഷനെ ഓവർവ്യൂ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു ആംഗിളിൽ കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് നിങ്ങൾ ഒരു ആംഗിൾ മാറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളുടെയും ഇമോഷൻസിനെ നിങ്ങൾ മറ്റൊരു ആംഗിളിൽ കാണാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങളിലേക്ക് വരാനുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരികയും അവരെയും കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.